പത്രത്തിൽ വന്ന ഒരു വാർത്ത, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസവിക്കാൻ പ്രതിഫലവുമായി റഷ്യ എന്നതാണ്. തീർച്ചയായും. പിന്നെ ചില മണ്ടൻ തീരുമാനങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെ പിന്നെ സാമ്പത്തിക തന്നെ തകർത്തത് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആക്ച്വലി ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. ഭയങ്കരമായിട്ട് പിന്നെ ആഘോഷിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, സോഷ്യൽ സയൻസിലുണ്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതിനെക്കുറിച്ച് എസ്സേ എഴുതാനുണ്ടാവും. അപ്പം അത്രയേറെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് അടക്കം എത്തിയിട്ടുള്ള ഒരാശയമാണ് പോപ്പുലേഷൻ. ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാണ്ടാകും. കാരണം ജനങ്ങൾ കൂടി, ഫുഡില്ല, ഭക്ഷണമില്ല, പട്ടിണി, പരിവട്ടം, ദുഃഖം, ദുരിതം, ദുരന്തം, തീർന്നു. ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് യഥാർത്ഥത്തിലായിരുന്നു പിന്നെ ഇവിടെയുള്ള പിന്നെ ലോക രാജ്യങ്ങൾ തിരിച്ചു നടക്കുന്നതിൻ്റെ ഒരു സൂചനകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഈ പത്രവാർത്തയിൽ കണ്ടതെന്ന് വെച്ചാൽ വിചിത്രമായൊരു തീരുമാനം. യഥാർത്ഥത്തിൽ ഇത് വിചിത്രമല്ല, ഇത് സ്വാഭാവികമാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു തിരിച്ചു നടത്താൻ ഇവർ പിന്നെ വിചിത്രമായിട്ടൊരു കാര്യം കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തിരിച്ചു നടത്ത ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വലിയൊരു രാജ്യം അവർ സ്വന്തം രാജ്യത്തെ കുട്ടികളോട്, 25 വയസ്സിൽ താഴെയുള്ള പിന്നെ സ്ത്രീകളോട്, കുട്ടികളോട് പിന്നെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രസവിച്ചോളൂ, കുഴപ്പമില്ല എന്നൊരു രാജ്യത്തിന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം പിന്നെ ഇന്നത്തെ നമ്മുടെ സോ കോൾഡ് പുരോഗമന ആശയങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പം ഇതിപ്പോൾ ഒരു മുസ്ലിം കൺട്രിയിലാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിലാണ് ഇങ്ങനെ ഒരു സംഗതി നടന്നത്, അവിടെയുള്ള ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിലെ ഒരു മിനിസ്റ്ററാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലം? അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കുന്നുള്ളതാണ്. നമ്മൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഇത് മാത്രമാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ കുറിച്ചാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വളർച്ച പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, മോറലി, അതായത് ധാർമ്മികമായിട്ടുള്ളൊരു വളർച്ചയുണ്ട്. അതിനേറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് പിന്നെ കുടുംബം എന്നുള്ളതാണ്. ആ കുടുംബ സംവിധാനം തകർക്കണം എന്ന് പറയുന്ന ചില ആശയങ്ങൾ കടന്നു വന്നു. അത് പല രാജ്യങ്ങളിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റഷ്യയുടെ കേസ് മാത്രം നോക്കുകയാണെങ്കിൽ അവിടുത്തെ നമ്മൾ സാധാരണ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമല്ലോ, അത് പിന്നെ ഒരു ദമ്പതികൾ, ഒരു ഭാര്യയും ഒരു ഭർത്താവും, അവർക്ക് മിനിമം 2.1 കുട്ടികൾ വേണം. അതാണ് റീപ്ലേസ്മെൻറ്റ് ലെവൽ. അപ്പോൾ ഈ 2.1 കുട്ടികളിൽ കുറവാണെങ്കിൽ, അത് ആവറേജ് നമ്മൾ നോക്കുക, കുറവാണെങ്കിൽ ആ രാജ്യത്തിലുള്ള പോപ്പുലേഷൻ ശ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്തുകൊണ്ടാണ് 2 എന്ന് പറയാതെ? ഇപ്പോൾ ഒരു രണ്ടാൾക്കാർ ഉണ്ട്, രണ്ടാൾക്കാർ ഉണ്ടാക്കിയ ഓക്കെ അല്ലേ? പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾ ചെറുപ്പത്തിലേ മരണപ്പെടാം. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടാകും. വരുന്ന കുട്ടികൾ ഒരുപക്ഷെ ഇൻഫെർട്ടൈൽ ആയിരിക്കും, അവർക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത കുട്ടികൾ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പറഞ്ഞ 2.1 എന്ന് പറയുന്നത്. അതെല്ലാവരും അംഗീകരിച്ച ഒരു സംഗതിയാണ്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ റഷ്യയിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഓർമ്മയിൽ 1.41 ഇത് 2.1 കുട്ടികൾ ഒരു ദമ്പതിക്ക് വേണ്ടെടുത്ത് 1.41 കുട്ടികൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഉണ്ടാവുന്നുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല, അവർ റീസെൻ്റ്ലി യുദ്ധത്തിലേക്കൊക്കെ കടന്നു. യുക്രൈനുമായിട്ടുള്ള യുദ്ധം, അത് വളരെ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു യുദ്ധമാണ്. പക്ഷേ അതിൽ പോലും, അത് നടന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അവർക്ക് മനസ്സിലായെങ്കിൽ ഒരു വലിയൊരു യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുക എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതിൽ തന്നെ കുറേ പട്ടാളക്കാർ അവർക്ക് നഷ്ടമായി എന്ന് പറയുന്നത്. 2.5 ലക്ഷം. അതെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും പട്ടാളക്കാർ, അതുപോലെ തന്നെ കുറേ ആൾക്കാർ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ നമ്മളൊരു പിന്നെ ഈ ഡെമോഗ്രഫി എന്ന് പറയുക, ഈ പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയെ, അതായത് ജനങ്ങളുടെ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പറയുന്ന ജനസംഖ്യയുമായി. അപ്പോൾ ഈ ഡെമോഗ്രഫിയിൽ നമ്മൾ സാധാരണയുള്ള അടിസ്ഥാനപരമായ തത്വമാണ്. 3 തരത്തിൽ നമ്മൾ തട്ടായി പിന്നെ അതിനെ കാണും. അപ്പോൾ അബ്ദുറഹ്മാനൊക്കെ പറഞ്ഞു അത്, അതായത് എൽഡേർലി പീപ്പിൾ ഉണ്ടാവും ഏറ്റവും മുകളിൽ, വർക്കിംഗ് ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികൾ, ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ടീം. അതിൽ ഏറ്റവും നല്ല ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് അതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആകുമ്പോഴാണ്. എൽഡേർലി പീപ്പിൾ, അതായത് വയസ്സായ ആളുകൾ, അവർക്ക് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡബിൾ പോപ്പുലേഷൻ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, മക്കളെയോ അല്ലെങ്കിൽ സർക്കാരിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല, രാജ്യത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭാവന ചെയ്യാൻ ഒരു പക്ഷേ പറ്റില്ല, അവർ വയസ്സായ ആളുകളാണ്. അപ്പോൾ അവർ ഏറ്റവും കുറവും, പിന്നെ കുറച്ചുകൂടി കൂടുതലായി ഇവിടെയുള്ള വർക്കിംഗ് ക്ലാസ്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുന്ന, ആ രാജ്യത്തിന് കൂടുതൽ സംഭാവനകൾ നൽകുന്ന, സാമ്പത്തികമായും മറ്റുമൊക്കെ ആശയപരമായിട്ടൊക്കെ സംഭാവന ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും, അതിനേക്കാൾ കൂടുതൽ പിന്നെ ഇനി വരാൻ പോകുന്ന വർക്കിംഗ് ക്ലാസ് വരിക എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ഗ്രോയിങ് പോപ്പുലേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. റഷ്യയുടെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കണക്കുണ്ട്. അതായത് 1990-കളിൽ റഷ്യയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 148 മില്യണാണ്. 148 മില്യൺ. ഈ 148 മില്യണിൽ നിന്ന് 1990-ൽ പിന്നെ 2025-ലേക്ക് എത്തുമ്പം അത് 143.9 മില്യണായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ട്, ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മളൊരു 35 വർഷമായി. 35 വർഷത്തിന് ശേഷം അവർക്ക് ഇൻക്രീസ്, അതായത് കൂടുതലല്ല ഉണ്ടായിട്ടുള്ളത്,
ഒരു 4 മില്യൺ എന്ന് പറഞ്ഞാൽ 40 ലക്ഷത്തോളം ആളുകൾ കുറയാണ് ആ രാജ്യത്ത് ചെയ്തത്. ഇത്രയും കാലഘട്ടം കടന്നിട്ടും 35 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും കുറയാണ് ചെയ്തത്. ഇത് പിന്നെ ഈ ഒരു 4-5 മില്യൺ എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം മാത്രമല്ല ഇവിടെയുള്ള പ്രശ്നം. അവിടെയുള്ള പ്രൊഡക്ടിവിറ്റി തരുന്ന ഏജ് ഗ്രൂപ്പും യഥാർത്ഥത്തിൽ ശ്രിങ്കായി എന്നുള്ളതാണ്. അതായത് ഒരു പിന്നെ കണക്ക് പറയുകയാണെങ്കിൽ അന്ന് 1990 148 മില്യൺ ഉള്ളിടത്ത് പിന്നെ അതിൽ 34 മില്യൺ പിന്നെ കുട്ടികളായിരുന്നു. അതായത് കുട്ടികൾ ഇനി വരാൻ പോകുന്ന പ്രൊഡക്ടിവിറ്റി തരാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ 144 മില്യണിലെടുത്ത് പിന്നെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25 മില്യണാണ്. അതായത് കുട്ടികൾ ശ്രിങ്കായി, ഇനി വരാൻ പോകുന്ന പ്രൊഡക്ടിവിറ്റി തരുന്ന ആ തലമുറ ശ്രിങ്കായി കൊണ്ടേയിരിക്കാൻ, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കാൻ. അപ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് അവിടെയുള്ള ഭരണാധികാരികൾക്ക് പുട്ടിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കേട്ടണല്ലോ ഈ പിന്നെ ജോലി ചെയ്യുന്നതിനിടക്കും നിങ്ങളുടെ ലൈംഗികമായിട്ടുള്ള ഇഷ്ടങ്ങളിലേക്ക് പോയിക്കോളൂ എന്ന് പുട്ടിൻ പറയണം, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയാണ്. അപ്പോൾ ഇത് പിന്നെ റഷ്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും അത് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഒരു പിന്നെ 2050 ആകുമ്പോഴേക്കും എന്താ സംഭവിക്കുകയെന്ന് ഇവർ കാൽക്കുലേറ്റ് ചെയ്തതിൽ കണ്ടതെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഇവിടെയുള്ള പോപ്പുലേഷൻ, റഷ്യയിലെ പോപ്പുലേഷൻ്റെ 1/3 ഭാഗം ഈ ഓൾഡർ പോപ്പുലേഷൻ ആവും. എന്നാൽ 1/3 ഭാഗത്തിന് ആ രാജ്യത്തിന് യാതൊന്നും സംഭാവന ചെയ്യാൻ പറ്റാത്ത, പ്രൊഡക്ടിവിറ്റി നൽകാൻ പറ്റാത്ത, നമ്മൾ ഈ എക്കണോമിക്കലി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി നൽകാൻ പറ്റാത്ത, എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചില ലിബറൽ ആശയങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഈ ലിബറൽ ആശയങ്ങളിൽ ലിബറൽ മോഡേൺ പിന്നെ പ്രോഗ്രസീവ് ആശയങ്ങളൊക്കെ പറയുന്ന ഈ ആശയങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രീ ആയി വളരെ പിന്നെ സുഖലോലുപരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, മൈത്രേനെ പോലെയുള്ള ആൾക്കാർ പറയുന്നൊരു സാധനമുണ്ട്, ആണുങ്ങളെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്, പുരുഷന്മാരുടെ ഒരു ആവശ്യവുമില്ല, പുരുഷന്മാർ യഥാർത്ഥത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം ഒരു പുരുഷന് എത്ര സ്ത്രീകളെ പിന്നെ ഗർഭിണികളാക്കാൻ പറ്റും, പുരുഷൻ കുറച്ച് മതി, പുരുഷന്മാരുടെ ആവശ്യമില്ല എന്ന് പിന്നെ വളരെ ലാഘവത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മൈത്രേയൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഞാൻ മൈത്രേയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ മാത്രം പറയല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായിട്ടുള്ളത്. എന്താ സംഭവിച്ചത്? പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്കാണ് അവിടെ വന്നിട്ട് പണിയെടുക്കാൻ പറ്റുക, പ്രളയത്തിലെ ആളുകളെ പിന്നെ രക്ഷിക്കാനും കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റുക. അതുപോലെ തന്നെ ഇവിടെ പിന്നെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി, അവിടെയൊക്കെ സ്ത്രീകൾ എല്ലാവരും കൂടി വന്നിട്ട്, അതങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റി തരം പുരുഷന്മാരാണ് അതിന് മുന്നിട്ട് വരേണ്ടത്, ശരിയാണ്. അപ്പോൾ ആ നിലക്കാണ് വന്നത്. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ പറയാൻ വളരെ സിമ്പിളാണ്, പുരുഷന്മാരുടെ ആവശ്യമില്ലല്ലോ, പ്രയോജനമില്ലല്ലോ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമെങ്കിലും ഇത് ഒരു പിന്നെ പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുമ്പം എത്തൂല എന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യയിൽ യുദ്ധം വന്നു, ഒരു കെടുതി വന്നു, ദുഃഖം ദുരിതമൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ അവർ മെല്ലെ ഈ ലിബറൽ പ്രോഗ്രസീവ് മോഡേണിസ്റ്റ് സോക്കോൾഡ് ഇങ്ങനെയുള്ള ആശയങ്ങൾ നേരെ ട്രഡീഷണൽ പിന്നെ ഒരു കൾച്ചറൽ ആ ഒരു മതപരമായിട്ടുള്ള ആംഗിളിലേക്ക്, ഒരു ഓർത്തഡോക്സിയിലേക്ക് പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇത് പിന്നെ റഷ്യയിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഇത് കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സർവൈവലിന്, നമുക്ക് അതിജീവനത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒരിക്കലും ഇങ്ങനെയുള്ള ലിബറൽ ആശയങ്ങളല്ല എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ പിന്നെ ജർമ്മനിയിൽ അതുപോലെ തന്നെ ജർമ്മനിയിൽ ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ റഷ്യയിൽ തന്നെ മുമ്പും ഈ 1990കളിലാണ് റഷ്യ USSR തകർന്ന സമയത്താണ് ഈ പാശ്ചാത്യ സംസ്കാരം റഷ്യയിലേക്ക് കടന്നു വരുന്നത് വലിയ രീതിയിൽ. അവർ പാശ്ചാത്യ സംസ്കാരത്തെ സ്വീകരിക്കുന്നു. എന്നിട്ട് സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് പോകുന്നു, ലിബറൽ ആശയങ്ങൾ അവർ ഉൾക്കൊള്ളുന്നു, അത് നെഞ്ചേറ്റുന്നു. അങ്ങനെ അവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുമ്പോൾ അവർ നേരെ തിരിച്ച് എവിടത്തേക്കാണ് നടക്കുന്നത്, ഈ പറയുന്ന കളക്റ്റീവിസ്റ്റ് ട്രഡീഷണൽ ഇവിടെയുള്ള സാംസ്കാരികമായി അവർക്ക് എന്തായിരുന്നു ആശയം ഉണ്ടായിരുന്നത് അതിലേക്ക് തിരിച്ച് നടക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ പറയുന്ന അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറയുന്ന ആശയങ്ങൾക്ക് നമ്മൾ വളരെ സുഖലോലുപരായിട്ട് ഇരിക്കുമ്പം ചിലപ്പം ശരിയാണെന്ന് തോന്നുമെങ്കിലും ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരും, പ്രായോഗികമായിട്ടൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.